ബി.ജെ.പിയുടെ തലപ്പത്തുള്ള 27 പ്രമുഖ വ്യക്തികൾ, നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ, രാജ്നാഥ് സിംഗ്, അദ്ദേഹമാണ് അതിൽ ടോപ്പ് എന്ന് വെച്ചോളൂ. അങ്ങനെ 27 പ്രമുഖ ബി.ജെ.പി നേതാക്കന്മാരും മറ്റ് ഒട്ടനവധി IT എക്സ്പേർട്സും ഒക്കെ ചേർന്ന് വളരെ നാളത്തെ പരിശ്രമത്തോടു കൂടി, അതായത് പൊതുജനങ്ങളിൽ നിന്ന് തന്നെ അവരുടെ താല്പര്യങ്ങൾ എഴുതി ഡിജിറ്റലായിട്ട് സ്വീകരിക്കുന്നു, എഴുതി സ്വീകരിക്കുന്നു. അങ്ങനെയൊക്കെ അതിനെയെല്ലാം ക്രോഡീകരിച്ചാണ് ഒരു പ്രകടന പത്രിക ബി.ജെ.പി 3ാം തവണയും ഭരണത്തിൽ വരണം എന്ന ഉറച്ച തീക്ഷ്ണമായ ആഗ്രഹത്തോടു കൂടിയും വരും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയുമാണ് ഇങ്ങനെ ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രകടന പത്രികയുടെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് സാധാരണക്കാരെ വലയിലാക്കുക, സാധാരണക്കാരുടെ വോട്ട് പോക്കറ്റിലാക്കുക എന്ന ഉദ്ദേശമാണ് എന്ന് വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഈ സാധാരണക്കാരെ പാട്ടിലാക്കുവാൻ തക്ക രീതിയിലുള്ള അതായത് വലിയ കോർപ്പറേറ്റ് ഓഫറുകളൊന്നുമില്ല, പ്രോമിസുകളൊന്നുമില്ല, സാധാരണക്കാരെ അതുപോലെ തന്നെ നാമമാത്ര ചെറുകിട ഇടത്തരം മേഖലകളെ ഒക്കെ സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള ഒരു ഒരു പ്രകടന പത്രിക, അതാണ് ബി.ജെ.പി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷ്യം? കാരണം നരേന്ദ്രമോദിക്ക് അറിയാം, അല്ലെങ്കിൽ ഈ പ്രകടന പത്രിക തയ്യാറാക്കിയ നേതാക്കൾക്കറിയാം, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സാധാരണക്കാരാണ്. അതുമാത്രവുമല്ല, തോമസ് പികറ്റിയെ പോലെയുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക വിശാരദർ നടത്തിയ ഗഹനമായ പഠനം, പല പഠനങ്ങളുമുണ്ട്, അദ്ദേഹത്തിൻ്റേത് മാത്രമല്ല, ഓക്സ്ഫാം നടത്തിയ പഠനം, അതുപോലെ മറ്റ് അന്താരാഷ്ട്ര NGOs നടത്തിയ പഠനം, ഇതൊക്കെ കാണിക്കുന്നത് 1921 മുതൽ ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടം എടുത്താൽ അതായത് ഇന്ത്യയിൽ സാധാരണക്കാർ ഏറ്റവും ദരിദ്രരായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ 10 വർഷ കാലഘട്ടം എന്നാണ്. അപ്പം അത് സത്യത്തിൽ അത് നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഈ പ്രകടന പത്രിക തയ്യാറാക്കാൻ യോജിച്ച് പ്രവർത്തിച്ച എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരുടേതായ ഡേറ്റ, ഇവരുടേതായ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എപ്പോഴും ജനങ്ങൾക്ക് മുൻപിലും ലോകത്തിന് മുൻപിലും വെക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന്. ഒന്നാമത് തന്നെ പറയുന്നത് സമ്പൂർണ്ണ രാഷ്ട്ര വികസനമാണ് ലക്ഷ്യമെന്ന്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് തന്നെയാണ് ലക്ഷ്യം. എന്താണ് സമ്പൂർണ്ണ രാഷ്ട്ര വികസനം എന്നല്ല സത്യത്തിൽ അവിടെ ഉപയോഗിക്കേണ്ടത്, സമ്പൂർണ്ണ, അതായത് വളർച്ച, ആ വളർച്ച വികസനമാക്കി മാറ്റുന്ന തന്ത്രം. ഒരു എലക്ഷൻ മാനിഫെസ്റ്റോയിൽ മുന്നോട്ട് വെക്കേണ്ടത് രാഷ്ട്ര വികസനം എന്നാണ്. പക്ഷേ ആ രാഷ്ട്ര വികസനത്തെ എങ്ങനെയാണ് രാഷ്ട്ര വികസനം എന്ന് കാണുന്നത്? രാഷ്ട്ര വളർച്ച എല്ലാ ജനങ്ങൾക്കുമായിട്ട് വിതരണം ചെയ്യുമ്പോൾ, രാഷ്ട്ര വളർച്ചയുടെ ഫലം എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചേരുമ്പോഴാണ് അത് രാഷ്ട്രത്തിൻ്റെ വികാസമായി പരിണമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്ര വളർച്ചയും വികസനവുമാണോ ഇന്ത്യ ഈ കഴിഞ്ഞ 10 വർഷം അനുഭവിച്ചത്? കാണുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം പറയുന്നു, എല്ലാ കണക്കുകളും പറയുന്നത് അങ്ങനെ അല്ല എന്നാണ്. ഇനി രണ്ടാമത്തെ മാനിഫെസ്റ്റോയിലെ രണ്ടാമത്തെ ഐറ്റം എന്താണെന്ന് നോക്കുക. നടപ്പാക്കുന്ന കാര്യങ്ങളെ പത്രികയിൽ പറയൂ എന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഉറക്കെ ചിരിക്കാൻ തോന്നുകയാണ്. കാരണം 2014-15 ബജറ്റിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ അന്നത്തെ ബജറ്റിൽ പറഞ്ഞിരുന്നത് എന്താണ്? 5 T കൊണ്ട്, അതായത് ടിയിൽ തുടങ്ങുന്ന 5 വാക്കുകൾ കൊണ്ട് ഞാൻ ഇന്ത്യയെ വികസനത്തിൻ്റെ മൂർധന്യത്തിലേക്ക് കൊണ്ടുപോകുമെന്ന്. എന്തായിരുന്നു ഈ 5 T? ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ. ഇതാണ് ഈ ടിയിൽ തുടങ്ങുന്ന 5 പദങ്ങൾ. ഈ 5 കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യയെ വികസനത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നരേന്ദ്രമോദി അന്ന് പറഞ്ഞത്. അദ്ദേഹം ആ പ്രസംഗ മധ്യേ തന്നെ അത് പറയുകയുമുണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിദേശ പര്യടനം അമേരിക്കയിൽ ചെന്നപ്പോൾ തൊട്ട് പല വിദേശ രാജ്യങ്ങളിലും ഇതേ കാര്യം തന്നെ പറഞ്ഞു.
അപ്പോൾ ഇത് അതുപോലെ അമേരിക്കയിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ ഇന്ത്യ ഹാസ് 3 Ds. എന്തൊക്കെയാണ് ഈ 3 Dകൾ? ഡെമോക്രസി, ഡെമോഗ്രഫി, ഡിമാൻഡ്. കം മേക്ക് ഇൻ ഇന്ത്യ. എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ തീർച്ചയായിട്ടും. അതായത് ഇവിടെ 3 Dകളുണ്ട്. ഡെമോക്രസി നിങ്ങൾക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസിയാണ് ഇന്ത്യ. ഡെമോഗ്രഫി, ഒന്നാമത്തെ പോപ്പുലേഷൻ, അന്ന് ഒന്നാമത്തെ പോപ്പുലേഷൻ അല്ല 2014, പക്ഷേ ഇപ്പോൾ 2023 ആയപ്പോഴേക്കും, 2023 ഓഗസ്റ്റ് ആയപ്പോഴേക്കും UN പോപ്പുലേഷൻ പോളിസി വിങ് പറയുന്നു ഇന്ത്യ ലോകത്തെ ഒന്നാമത്തെ പോപ്പുലേഷനായിട്ട് മാറി. ചൈന രണ്ടാമത്തേതും. ഇന്ത്യ ഒന്നാമത്തെ പോപ്പുലേഷനായിട്ട് മാറിയപ്പോൾ എത്രയാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ? ഇപ്പോൾ 142,86,00,000. ഈ അടുത്തിടെ വന്ന ചില സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ 143 കോടി എന്ന് പറയുന്നു. അത് ശരിയാണ്, കാരണം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് 142,86,00,000 എന്ന് പറഞ്ഞത്. അതിനുശേഷം അത് തീർച്ചയായിട്ടും 143 കോടിയുടെ മുകളിൽ പോയിട്ടുണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ ഒന്നാമത്തെ പോപ്പുലേഷനായ ഇന്ത്യ, ആ ഒന്നാമത്തെ പോപ്പുലേഷനായ ഇന്ത്യ പിന്നെ സാധാരണ രീതിയിൽ എന്താണ് ഒന്നാമത്തെ പോപ്പുലേഷനാണ് എന്നുണ്ടെങ്കിൽ ആ ഒന്നാമത്തെ പോപ്പുലേഷൻ, അത്രയും വലിയ പോപ്പുലേഷന് ഡിമാൻഡ്, അതാണ് 3 Dsൽ പറയുന്നത്. എന്താണ്? ഡെമോഗ്രഫി, ഡിമാൻഡ്, ഡെമോക്രസി, ഡെമോഗ്രഫി. ഡെമോക്രസി ഇവിടെ ഇന്ത്യയിലുണ്ട്, ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്. ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ പോപ്പുലേഷൻ, ഈ 142 കോടിയിലധികം വരുന്ന ജനം. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 142 കോടി ജനങ്ങളുടെ ഡിമാൻഡാണ്. 8 ബില്യൺ കോടിയാണെന്ന് ഓർക്കണം ലോകത്തിൻ്റെ പോപ്പുലേഷൻ. ആ 8 ബില്യൺ കോടിയിൽ 1.3 ബില്യൺ ഇന്ത്യക്കാരാണെന്ന് ഓർക്കണം. അതായത് ഒരു 143 കോടി എന്ന് പറയുമ്പോൾ 1 കോടി 1.4 ബില്യൺ 1.4 ബില്യൺ ജനസംഖ്യയും ഇന്ത്യയുടേതാണ്. അപ്പോൾ ഇത്രയും വലിയ ജനസംഖ്യയുടെ ഡിമാൻഡ്, അതാണ് നരേന്ദ്രമോദി അമേരിക്കയുടെ മുൻപിൽ പ്രദർശിപ്പിച്ചത്. അപ്പോൾ എന്താണ്, നമുക്ക് 3 Ds ഉണ്ട്. അതായത് ഡെമോക്രസി ഉണ്ട് ഇന്ത്യയിൽ. നിങ്ങൾ അവിടെ വന്ന് ഉൽപ്പാദനം നടത്താൻ നോക്കിയാൽ ഡിക്റ്റേറ്റർഷിപ്പ് ഒന്നുമല്ല, ആരും നിങ്ങളെ ദ്രോഹിക്കില്ല, നിങ്ങൾക്ക് സ്വതന്ത്രരായി ഇവിടെ ഉൽപ്പാദനവും വിപണനവും ഒക്കെ നടത്താം എന്നാണ് ഡെമോക്രസി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഡെമോഗ്രഫി, ഇവിടുത്തെ പോപ്പുലേഷൻ, ഇത്ര വലിയ പോപ്പുലേഷനാണ്. ഡിമാൻഡ്, ഈ പോപ്പുലേഷന് ആവശ്യമുള്ള ഉൽപ്പാദനം നിങ്ങൾക്ക് നടത്താം, നിങ്ങൾക്ക് വൻ ലാഭം കൊയ്യാം എന്ന് പറഞ്ഞ്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഈ 3 Dsൻ്റെ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു കം മേക്ക് ഇൻ ഇന്ത്യ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പര്യടനത്തിലെ തന്നെ. പക്ഷേ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ഇക്കോണമിയെ പറ്റിയുള്ള ഏത് എഴുത്തുകാരൻ്റെ, ഏത് സാമ്പത്തിക വിശാരദൻ്റെ കണക്കുകളും എഴുത്തുകളും നോക്കിക്കോളൂ, അവരൊക്കെ പറയുന്നത് ഇന്ത്യയുടെ വളർച്ച വളരെ മോശമായ രീതിയിലാണ്. എല്ലാ തരത്തിലും, അതായത് അത് ഒരു പക്ഷേ ഏറ്റവും മൂർധന്യത്തിലെത്തിയത് ഡീമോണിറ്റൈസേഷനോട് കൂടിയാണ്. ഡീമോണിറ്റൈസേഷൻ കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇന്ധനം തീർന്ന് ഇടിച്ചു നിൽക്കുന്നത് പോലെ ഇന്ത്യൻ ഇക്കോണമിയുടെ ഇന്ധനമെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഊറ്റിയെടുത്തു. എന്താണ് ഈ ഇന്ധനം എന്ന് പറയുന്നത്? പണമാണ് സമ്പദ്ഘടനയുടെ ഇന്ധനം. ആ 186.4% കറൻസിയാണ് ഒരു മൻ കി ബാത്തിൻ്റെ ശക്തിയോടുകൂടി വലിച്ചെടുത്തത്. അതോടുകൂടി ഇന്ത്യൻ ഇക്കോണമി തളർന്നടിഞ്ഞു. നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ 96% തൊഴിൽ ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നത് ഈ നാമമാത്ര ഇടത്തരം ചെറുകിട സംരംഭങ്ങളാണ്. ആ മേഖല പാടെ തളർന്നു വീണു. അങ്ങനെ ഇന്ത്യൻ ഇക്കോണമി വീണുപോയി, സ്തംഭിച്ചു പോയി. ആ സ്തംഭനാവസ്ഥയിൽ നിന്ന് പതുക്കെ പിച്ച വെച്ച് നടന്നു തുടങ്ങിയ സമയത്ത് ദാ വന്നിരിക്കുന്നു COVID-19. COVID-19 വന്നതോടുകൂടി ആ വന്ന വളർച്ചയുടെ അതുപോലും ആക്കം നീർന്ന്, അങ്ങനെ സത്യം പറഞ്ഞാൽ 2014 വരെയുള്ള 10 വർഷങ്ങളിൽ ഇന്ത്യ നേടിയ നേട്ടത്തിൻ്റെ വളരെ ചെറിയ ഒരംശം മാത്രമാണ് 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞത് എന്ന് അന്താരാഷ്ട്ര ഏജൻസികൾക്കറിയാം. ഇവിടെയും സത്യസന്ധരായ ഏജൻസികൾക്ക് മുഴുവൻ അറിയാം. ഈ ഡേറ്റയിൽ മാനിപ്പുലേഷൻ നടത്താൻ സമ്മതിക്കാതെയാണ്
അന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, അതായത് BJP ഗവൺമെൻറ് ഭരണത്തിൽ വന്ന് അധികം താമസിയാതെ തന്നെ ഉരസൽ ഉണ്ടാവുകയും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ചെയർമാൻ തന്നെ റിസൈൻ ചെയ്തു പോവുകയും ചെയ്തു. ഡേറ്റ കുക്ക് ചെയ്യാൻ താല്പര്യമില്ല, മാനിപ്പുലേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഇവർ പറയുന്നത് എന്ത് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ, അതായത് നടപ്പാക്കുന്ന കാര്യങ്ങളെ പത്രികയിൽ പറയൂ, സമ്പൂർണ്ണ രാഷ്ട്ര വികസനം എന്നൊക്കെ പറയുന്നത്. അതായത് അന്ന് പറഞ്ഞ നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി പറഞ്ഞത്, ഒന്നാമത്തെ ബജറ്റിൽ 2014-15 ആദ്യ ബജറ്റിൽ പറഞ്ഞത് ആ കാര്യങ്ങൾ ടെക്നോളജിയുടെ കാര്യത്തിൽ ടെക്നോളജിക്കലായിട്ട് വളർച്ചയുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. ഉദാഹരണത്തിന് സാം പിത്രോദ, ഇവിടുത്തെ ടെലികോം റവല്യൂഷൻ കൊണ്ടുവന്നത് സാം പിത്രോദയാണ്. സാം പിത്രോദ രാജീവ് ഗാന്ധിയുടെ കാലത്താണ് അത് കൊണ്ടുവരുന്നത്. സാം പിത്രോദ ഇന്നും അന്നും ഒരു കോൺഗ്രസ്സുകാരനാണ്. 100-ലേറെ പേറ്റൻസിൻ്റെ ഉടമസ്ഥനാണ് അമേരിക്കയിലിരിക്കുന്ന ആ എന്താ പറയുക ഡിജിറ്റൽ റവല്യൂഷൻ്റെ വക്താവായിട്ടുള്ള സാം പിത്രോദ. അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ ടെലികോം റവല്യൂഷൻ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2G സ്പെക്ട്രം ആകട്ടെ, 3G സ്പെക്ട്രം ആകട്ടെ, ഇതൊക്കെ UPA ഗവൺമെൻറ് കാലത്താണ് വന്നത്. അതിനുശേഷം വന്നത് 5G സ്പെക്ട്രം. ഓക്കെ, അങ്ങനെ അത് വരുമല്ലോ. സാധാരണ രീതിയിൽ വളർച്ച പടിപടിയായിട്ടാണ്. അപ്പോൾ അതിൻ്റെ വിവിധ പടികൾ ആര് ഭരിച്ചാലും, ഒന്നും ചെയ്യാത്തവർ ഭരിച്ചാലും വരുമെന്നത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ വന്നതാണ് ഈ പറയപ്പെട്ട 5G സ്പെക്ട്രം. ഓക്കെ, അതിപ്പോഴും എല്ലായിടത്തും എത്തിച്ചേർന്നിട്ടില്ല എന്ന കാര്യവും നമുക്കറിയാം. അപ്പോൾ ഇനി അതുപോലെ തന്നെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 5 ലക്ഷം വരെ സൗജന്യ ചികിത്സ. നമുക്കറിയാം കേരളത്തിലെ സൗജന്യ ചികിത്സ നമുക്കറിയാം. അതായത് UPA ഗവൺമെൻറ് കാലത്ത് കൊണ്ടുവന്ന ചികിത്സാ ഇൻഷുറൻസ് പദ്ധതി എല്ലാവരും ഇപ്പോഴും അതിനെ, അതായത് ഏത് ഗവൺമെൻറ് കൊണ്ടുവന്നാലും ചികിത്സാ പദ്ധതികളൊക്കെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ആർക്കാണ് പ്രയോജനപ്പെടുന്നത്? ആ ഇൻഷുറൻസ് കമ്പനിക്കാണ് പ്രയോജനപ്പെടുന്നത്. രോഗി ആഗ്രഹിക്കുന്ന സമയത്തോ ആവശ്യമുള്ള സമയത്തോ ഈ സഹായങ്ങളൊന്നും കിട്ടാറില്ല. പിന്നെ അവസാനം അതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അതായത് ഇൻഷുറൻസ് കമ്പനിക്ക് ആ തുക ലഭ്യമാകും, പക്ഷേ കൺസേൺഡ് പേഷ്യൻറ്റിന് അത് കിട്ടാതെ വരും. അത് ഇവിടുത്തെ അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ജിമ്മിക്സ് ആണ്. ഒരു കാരണവശാലും ഇവിടുത്തെ സാധാരണക്കാർക്ക് ലഭ്യമാകുവാനുള്ള ഒരു സൗകര്യമല്ല ഈ പറയുന്നത്. ഒക്കെ വെറുതെ വോട്ട് ബാങ്കിനെ ശക്തിപ്പെടുത്താൻ, വോട്ട് ബാങ്കിലേക്ക് കൂടുതൽ വോട്ടുകൾ വന്നു ചേരാനുള്ള കളി മാത്രമാണ്. അതുപോലെ മറ്റൊരു വളരെ രസകരമായ കാര്യം, അന്താരാഷ്ട്ര രാമായണോത്സവം നടത്തുമത്രേ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2010 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 42ാം റാങ്കായിരുന്നു ഇന്ത്യ. 2023 ആയപ്പോഴേക്കും ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 111ാം റാങ്കായിട്ട് ഇന്ത്യ താണുപോയി, കൂപ്പുകുത്തുകയാണ് ചെയ്തത്. അന്ന് വെച്ചാൽ അത്രയധികം അസമത്വമുണ്ടായി, അത്രയധികം ഇന്ത്യക്കാർ അതിദാരിദ്ര്യത്തിലേക്ക് തെറിച്ചു വീണു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് പണം മുടക്കി, അതായത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് കേരള ഗവൺമെൻറ്, പിണറായി സർക്കാർ ഗവൺമെൻറ് നടത്തുന്ന ലോക കേരള സഭയോടാണ്. അതായത് ലോക കേരള സഭയിൽ നമുക്കറിയാം സാധാരണക്കാരൊന്നുമല്ല, വലിയ പണക്കാർ സ്പോൺസർഷിപ്പും ഒക്കെ എടുത്ത് ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ അതിന് ഇത് നടത്തി കൂട്ടുന്ന ആൾക്കാരെ ശക്തരാക്കാൻ, പണക്കാരാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള പണക്കാരാണ് ഇതിലൊക്കെ ഇടപെടുന്നത്. ലോക കേരള സഭയിലാണെങ്കിലും അവർ പണക്കാരാണ്. അന്താരാഷ്ട്ര രംഗത്തെ മലയാളി പണക്കാരാണ് അതിൻ്റെയൊക്കെ പ്രയോജനം പറ്റുന്നത് എന്ന് പറഞ്ഞതുപോലെ ലോക രാമായണ മേള. അപ്പോൾ ആർക്കായിരിക്കും ഈ, അതായത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇന്ത്യക്കാരുണ്ട്. ആ ഇന്ത്യക്കാരിലെ പ്രമുഖരെ കണ്ടെത്തി, പണക്കാരെ കണ്ടെത്തി, അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് ലോക എന്താ പറയുക രാമായണ ഉത്സവം നടത്തുന്നു. അതൊക്കെ എന്ന് പറയാം. അതായത് പട്ടിണി ദാരിദ്ര്യ സൂചിക 42-ൽ നിന്ന് 111-ലേക്ക് മൂക്കുകുത്തിയ ഒരു രാജ്യത്ത് രാമായണോത്സവമാണോ നടത്തേണ്ടത്? ഈ പട്ടിണി പാവങ്ങളെ പട്ടിണിയിൽ നിന്ന് കരകയറ്റാനുള്ള നടപടികളാണോ വേണ്ടത്? ഇവരിനി ഒരു പക്ഷേ മതമൈത്രി, പ്ലൂരലിസം എന്ന് പറഞ്ഞുകൊണ്ട് ഖുറാൻ പാരായണവും, ആഗോള ഖുറാൻ പാരായണം, ആഗോള ബൈബിൾ പാരായണം എന്നൊക്കെ പറഞ്ഞ് പാരായണങ്ങൾ നടത്തുമോ? ഇല്ല. അങ്ങനെ ഒരിക്കലും നരേന്ദ്രമോദിക്ക് അങ്ങനെയുള്ള യാതൊരു അബദ്ധവും പറ്റുകയില്ല. ബിക്കോസ് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ പ്ലൂരലിസത്തിലെ യാതൊരു വിശ്വാസവുമില്ല.
അതുകൊണ്ട് ഏകപക്ഷീയമായി ചിന്തിക്കുകയും ഇത്തരം പരിപാടികൾ നടത്തുകയും ചെയ്യും. ഇനി അതുപോലെ മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് 3 കോടി പുതിയ വീടുകൾ വയ്ക്കുമെന്നാണ്. ഇനി അതുപോലെ മറ്റൊന്ന് 3 കോടി പുതിയ വീടുകൾ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 143 കോടിയോളം വരുന്ന 142 കോടി 86 ലക്ഷം കണക്കിൽ അത്രയേ ഉള്ളൂ. ആ കോടിയോളം വരുന്ന ജനങ്ങളിൽ ഓൾറെഡി 2 കോടിയിലധികം പേർക്ക് അല്ലെങ്കിൽ 4 കോടിയിലധികം പേർക്ക് മോദീസ് ഗ്യാരണ്ടി എന്ന് സാധാരണ എപ്പോഴും അഡ്വർടൈസ്മെൻറ്റ് വരാറുണ്ട്. അങ്ങനെ വരുന്ന വീടുകൾ വെച്ച് കൊടുത്തു എന്ന് പറയുന്നു. അതിൻ്റെ നിജസ്ഥിതി ഇനിയും സർവേ നടത്തി എടുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ പറയുന്നു 3 കോടി പുതിയ വീടുകൾ കൂടി വരുമെന്ന്. അതും ഈ പറയപ്പെട്ടതുപോലെ ഒരു വായ്ത്താരിയായി മാത്രം അവശേഷിക്കുമെന്ന് നമുക്കറിയാം. അപ്പം ഇനി വേറൊന്ന് പറഞ്ഞ മുദ്രാ ലോൺ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം ആക്കും മുദ്രാ ലോൺ. അത് വേറൊരു ജിബിക്കാണ്. കുറച്ച് പേർക്കൊക്കെ മുദ്രാ ലോൺ കിട്ടിയിട്ടുണ്ടാകും, പേരിന് മാത്രം BJP-കാരായിട്ടുള്ള കുറച്ച് മെമ്പേഴ്സിന് ഒരു പക്ഷേ മുദ്രാ ലോൺ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ആ മുദ്രാ ലോൺ നിങ്ങൾ ഓർക്കണം, അതിൻ്റെ തിരിച്ചടവ്, അതായത് ഗവൺമെൻറ്റാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ് ഗ്യാരണ്ടർ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് ഇത് തിരിച്ചടച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇതിന് പകരം വോട്ട് കിട്ടിയാൽ മതി എന്നാണ് ഇത്തരം ലോണുകളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഈ മുദ്രാ ലോണുകൾ വളരെ വലിയ ശതമാനവും കിട്ടാക്കടമായി മാറുന്നു എന്നാണ് നമ്മൾ അതിൻ്റെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത് മാത്രവുമല്ല, പ്രതീക്ഷിക്കുന്നവർക്കൊന്നും കിട്ടുന്നില്ല. അതായത് ഇതിൻ്റെ പുറകെ എത്ര ഓടി നടന്നാലും ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ അപ്പുറത്ത് എല്ലാം പറയും, അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇപ്പുറത്ത് ചെല്ലാൻ പറയും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നതല്ലാതെ വായ്പ കിട്ടുന്നവർ വളരെ ചുരുക്കമാണ്. ഇനി അങ്ങനെ വായ്പ കിട്ടുന്നവർ അധികം പേരും തിരിച്ചടയ്ക്കുന്നുമില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് അങ്ങനെ എന്താ പറയുക, കണക്കും കൈയും ഇല്ലാത്ത ഒരു രീതിയല്ല വേണ്ടത്. കൃത്യമായ കണക്കുകളോടുകൂടി വായ്പ ഉണ്ട്, ചെറിയ പലിശയ്ക്ക് വായ്പ, അങ്ങനെയുള്ള വായ്പകൾ ഇവിടെ കൊടുത്തിരുന്ന കാലമുണ്ടായിരുന്നു. അപ്പം അതായത് ആ വായ്പകൾ എന്തായിരുന്നു എന്ന് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം കൂടി തീർച്ചയായിട്ടും പറയും. പിന്നെ സൗജന്യ റേഷൻ അടുത്ത 5 വർഷവും കൂടി കൊടുക്കുമെന്നാണ് 80% പേർക്ക് ഇപ്പോൾ ഭക്ഷണം ഗ്യാരണ്ടീഡാണ്. അതായത് പിന്നെ ഫ്രീ ആയിട്ട് റേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി 5 വർഷവും കൂടി തുടരുമെന്ന്. അതിൽ തന്നെ ഒന്ന് നന്നായി വായിച്ചു നോക്കിയാൽ നമുക്ക് നരേന്ദ്രമോദിയുടെ പൊയ്മുഖം വളരെ ക്ലിയറായിട്ട് മനസ്സിലാകും. ആ മുഖം മൂടി നമുക്കൊന്ന് വലിച്ചു കീറിക്കളയണ്ടേ? അപ്പോൾ ഇതാ നമുക്ക് നോക്കാം എങ്ങനെയാണ് 80 കോടി പേർക്ക് ആഹാരം ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ഒരു സമ്പ്രദായം നരേന്ദ്രമോദി കൊണ്ടുവന്നത്. നരേന്ദ്രമോദി സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു പദ്ധതിയെ പറ്റി നരേന്ദ്രമോദിയോ BJP സർക്കാരോ ആരംഭം മുതൽ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇത് ആരുടെ പദ്ധതിയായിരുന്നു? 2013 UPA 2ാം ഗവൺമെൻറ്റാണ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. ഏത് പദ്ധതി? ഫുഡ് സെക്യൂരിറ്റി ആക്ട്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഭക്ഷ്യസുരക്ഷാ ആക്ട് എന്ന് പറയുന്നത് ഭക്ഷണം മനുഷ്യൻ്റെ അവകാശമാക്കി തീർക്കുന്ന ആക്റ്റാണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്റ്റാണ്. ഇവിടെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവരെ കണ്ടുകൊണ്ട് അമർത്യ സെന്നിനെ പോലെയുള്ള നോബൽ ലൊറേറ്റ്സ് വരെ വളരെ ശക്തമായിട്ട് വാദിച്ചിരുന്നു ഒരു ഫുഡ് സെക്യൂരിറ്റി ആക്ട് കൊണ്ടുവരണമെന്ന്. അപ്പം അദ്ദേഹത്തോടൊപ്പം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി എന്താണ് അതിൻ്റെ ഒപ്പം നിന്ന് മൻമോഹൻ സിംഗ്, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്ന് വേണ്ട അങ്ങനെയുള്ള എല്ലാ നേതാക്കളും, ഇപ്പോൾ നാം കാണുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം ഒന്നിച്ച് നിന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അതായത് വളരെ ആലോചനകൾക്കൊക്കെ ശേഷം അങ്ങനെ തീരുമാനം എടുത്ത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാസ്സാക്കിയപ്പോൾ ആ ആക്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ നോക്കണം. 68% ജനങ്ങൾക്ക്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ 68% ജനങ്ങൾ, ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 68% എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരുമെന്നൊന്ന് കണക്ക് കൂട്ടി നോക്ക്. അതായത് 142 കോടി 86 ലക്ഷത്തിൻ്റെ 68% എത്ര വരുമെന്നൊന്ന് കണക്ക് കൂട്ടി നോക്ക്. അത് ഏകദേശം 80-82 കോടി വരും. അപ്പോൾ ആ ഫുഡ് സെക്യൂരിറ്റി ആക്റ്റാണ് ഈ 82 കോടി ജനങ്ങൾക്ക് ഭക്ഷണം അവരുടെ അവകാശമാണ് എന്ന് എഴുതി വെച്ചിട്ടുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർത്ത് വെച്ചത്. എന്നിട്ട് നിങ്ങൾ നോക്കണം, ആ സുരക്ഷാ ആക്ടിലെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്?
ഭക്ഷ്യധാന്യങ്ങൾ, അരി, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷ്യധാന്യങ്ങൾ നമ്മൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ എന്താണോ സാധാരണ ഭക്ഷ്യധാന്യമായിട്ട് ഉപയോഗിക്കുന്നത് അതൊക്കെ അതിനകത്ത് വരുന്നു. ഇനി പയറുവർഗ്ഗങ്ങൾ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, 5 തരം പയറുവർഗ്ഗങ്ങളാണ് അതിനകത്ത് പറയുന്നത്. കൂടാതെ ഭക്ഷ്യ എണ്ണ, തീർന്നില്ല പഞ്ചസാര, ഇത്രയും ഉൽപ്പന്നങ്ങൾ ചേർന്ന ഭക്ഷ്യസുരക്ഷാ ആക്റ്റാണ് നാം പാസ്സാക്കിയത്. അത്രയും കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലയോ എന്നൊക്കെയുള്ളത് ഉപഭോക്താക്കളായ ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് യാതൊരു ചമ്മലുമില്ലാതെ അദ്ദേഹം നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തുന്നു എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഒരു ഗവൺമെൻറ് കഴിഞ്ഞാൽ തുടർച്ചയാണ് അടുത്ത ഗവൺമെൻറ്. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, എല്ലാ ഗവൺമെൻറ്റുകളും ഇത് നടത്തിക്കൊണ്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിക്കും അതിലൊരു പങ്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് എൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ആ കള്ളത്തരം, അതിനെ മാത്രമാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്.